ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മോർണിംഗ് കോഫി വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നതാണ്. ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ പലർക്കും ആദ്യം വേണ്ടത് ഒരു കപ്പ് ചൂട് കാപ്പിയാണ്. ആ കാപ്പി നമ്മെ ഉണർത്തുന്നു, ഉന്മേഷം നൽകുന്നു, പുതിയ ദിവസത്തേക്ക് നേരിടാൻ ശക്തി നൽകുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കൂ, നമ്മുടെ ശരീരത്തിന് കാപ്പി നൽകുന്ന ഉന്മേഷത്തേക്കാൾ എത്രയോ അധികം നമ്മുടെ ആത്മാവിന് കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. പ്രഭാതത്തിൽ യേശുവിനോടൊപ്പം ചില നിമിഷങ്ങൾ ചിലവഴിക്കുന്നത് ഒരു കാപ്പിയേക്കാൾ വിലപ്പെട്ടതാണ്. ബൈബിളിൽ നാം കാണുന്നു, യേശു പലപ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. മാർക്ക് 1:35 നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ അതിരാവിലെ എഴുന്നേറ്റ് യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. യേശു തന്നെ തൻ്റെ ദിവസം ആരംഭിച്ചത് പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഫോൺ പരിശോധിക്കുമോ? സോഷ്യൽ മീഡിയയിൽ നോക്കുമോ? അതോ വാർത്ത വായിക്കുമോ? ഇവയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് യേശുവിനോടൊപ്പം ചില നിമിഷങ്ങൾ ചിലവഴിക്കുവാൻ നമ്മുടെ ദിവസം എത്ര മനോഹരമായിരിക്കും. ഒരു കപ്പ് കാപ്പിയുമായി ശാന്തമായി ഇരുന്ന് ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം നമ്മുടെ ആത്മാവിനെ പുതുക്കുന്നു. പ്രഭാത സമയത്ത് യേശുവിനോട് സംസാരിക്കുന്നത് ഒരു ചടങ്ങല്ല, അത് ഒരു ബന്ധമാണ്. ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് യേശുവിനോട് സംസാരിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. എനിക്ക് ജ്ഞാനം തരണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭയങ്ങളും ആശങ്കകളും നിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനത്താൽ നിറയും. ജീവിതം എളുപ്പമല്ല. പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നിരാശകളും ഓരോ ദിവസവും നമ്മെ കാത്തിരിക്കുന്നു. എന്നാൽ രാവിലെ യേശുവിനോടൊപ്പം സമയം ചെലവഴിച്ച ഒരാൾ ആ ദിവസം വെല്ലുവിളികളെ അസാധാരണമായി നേരിടും. കാരണം അവൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, യേശു അവനോടൊപ്പം നടക്കുന്നു. ഒരു ഫോൺ ദിവസവും ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മാവിനും ദിവസവും ആത്മീയ ചാർജ് ആവശ്യമാണ്. ആ ചാർജിങ് ലഭിക്കുന്ന ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. ചിലപ്പോൾ നമുക്ക് സമയമില്ലെന്ന് തോന്നാം, എന്നാൽ യേശുവിനോടൊപ്പം 5 മിനിറ്റ് പോലും ചിലവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ മുഴുവൻ ദിവസത്തെയും മാറ്റിമറിക്കാൻ കഴിയും. ദൈവം വലിയ പ്രാർത്ഥനകളെ മാത്രമല്ല കേൾക്കുന്നത്, സത്യസന്ധമായി ഹൃദയത്തെ ദൈവം കേൾക്കുന്നു. ഒരു ചെറിയ പ്രാർത്ഥന പോലും ദൈവത്തിന് വിലപ്പെട്ടതാണ്. സങ്കീർത്തനം 143:8 പറയുന്നു, രാവിലെ നിൻ്റെ ദയയെ എന്നെ കേൾപ്പിക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ പ്രാർത്ഥന! ഓരോ പ്രഭാതവും നമുക്ക് പറയാം, കർത്താവേ, ഇന്നത്തെ ദിവസം നിൻ്റെ സ്നേഹത്തിൽ എന്നെ നയിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു ദിവസം ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ഒരു കപ്പ് കാപ്പിയല്ല, യേശുവിനോടൊപ്പം ചില നിമിഷങ്ങൾ ചിലവഴിക്കുന്നതാണ്. കാപ്പി ശരീരത്തെ ഉണർത്തുന്നു, എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം ആത്മാവിനെ ഉണർത്തുന്നു. കാപ്പി കുറച്ച് മണിക്കൂറുകൾക്ക് ഊർജം നൽകും, എന്നാൽ യേശുവിൻ്റെ വചനം ജീവിതത്തിന് പ്രത്യാശ നൽകും. കാപ്പി തണുത്തു പോകും, എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും തണുത്തു പോകുകയില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഓരോ ദിവസവും യേശുവിനോടൊപ്പം ആരംഭിക്കാം. ദൈവവചനം വായിക്കാം, പ്രാർത്ഥിക്കാം, അവൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സമാധാനപൂർണവും അനുഗ്രഹീതവും സന്തോഷപൂർണവും ആയിരിക്കും. മോർണിംഗ് കോഫി വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഒരു കാപ്പിയെക്കുറിച്ചല്ല, യേശുവിനോടുള്ള ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. നന്ദി. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.